ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും അതുപോലെ മീനലഗ്നം വന്നിട്ടുള്ള ഏത് നക്ഷത്രക്കാർക്കും മീനലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ മീനലഗ്നക്കാർക്കും ഉള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫലം പറയുന്നതിന് മുമ്പ് ജൂൺ മാസത്തിൽ ഈ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജൂൺ 2 ഗുരുഗ്രഹം ഇപ്പോൾ 4 സഞ്ചരിക്കുകയാണ്. 4 നിന്നും ആ ഗുരുഗ്രഹം 5 ഉച്ചരാശിയിലേക്ക് ആ ഗുരുഗ്രഹം രാശി മാറുന്നു. ശുക്രൻ ഇപ്പോൾ സുഖസ്ഥാനത്ത് നിൽക്കുകയാണ്. ജൂൺ 8 ആ ശുക്രൻ 4 നിന്നും 5 രാശി മാറുന്നു. സൂര്യൻ 15 3 നിന്നും 4 മാറുന്നു. ചൊവ്വ ജൂൺ 20 2 നിന്നും 3 മാറുന്നു. ബുധൻ ജൂൺ 22 4 നിന്നും 5 മാറുന്നു. ശനി ജന്മരാശിയിൽ ഉണ്ട്. രാഹു 12 സ്ഥിതി തുടരുന്നുണ്ട്. കേതു 6 സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ നമ്മൾ ജൂൺ മാസം എടുക്കുമ്പോൾ ഗുരു, ശുക്രൻ, സൂര്യൻ, ചൊവ്വ, ബുധൻ ഈ 5 ഗ്രഹങ്ങൾക്ക് രാശിമാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് എങ്ങനെയായിരിക്കും ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച്, ഇത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി വെച്ച് പറയുകയല്ല, ജാതകം നിരീക്ഷിച്ചേ അത് പറയാൻ പറ്റൂ. അപ്പോൾ ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കാം. ഇപ്പോൾ നമുക്കറിയാം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനി സമയമാണ്, ജന്മശനി സമയമാണ്. ആ ശനി പാപമധ്യ സ്ഥിതിയിലാണ്. അതായത് ചൊവ്വയുടെയും രാഹുവിൻ്റെ ഇടയ്ക്കാണ് ആ ശനി നിൽക്കുന്നത്. പക്ഷെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു 5 ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. മാത്രമല്ല 5 ഉച്ച ബലത്തോടുകൂടി നിൽക്കുന്ന ആ ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം ജന്മശനി, 7.5 ശനി, ഇത്തരത്തിലുള്ള ശനിയുടെ ദോഷം നമുക്ക് മറികടക്കാൻ, ആ ദോഷം കുറയ്ക്കുന്നതിന് ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും. അപ്പോൾ നമുക്ക് ബോഡി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പെയിൻ അല്ലെങ്കിൽ സുഖക്കുറവ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും സഡനായിട്ട് മാറാൻ സാധ്യതയുള്ള സമയമാണ്. മാത്രമല്ല 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ആദ്യ 3 വാരമൊക്കെ കഴിയുമ്പോൾ 4 ആ 4-ാം ഭാവാധിപൻ ബലവാനായിട്ട് നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ പൊതുവെ ഒരു സുഖാനുഭവമൊക്കെ അവർക്ക് ഉണ്ടാകാം. അവസാനത്തെ വാരമൊക്കെ ആകുമ്പം ആ ബുധനും 5 രാശി മാറുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് മാനസികവും ശാരീരികവുമായിട്ട് നമുക്ക് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക. അതേസമയം നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധ കൊടുക്കണം. 2 ചൊവ്വയുടെ സ്ഥിതിയുണ്ട്. അതുപോലെ നമ്മൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4 സുഖസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ ആ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനൊക്കെ സുഖസ്ഥാനത്തൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉള്ളവർ അവിടെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ആ സൂര്യൻ 4 വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സൂര്യൻ 6-ാം ഭാവാധിപനാണ്, രോഗസ്ഥാനാധിപനാണ്, 4 വരുന്നു എന്നുള്ളത് കൊണ്ട് ആ 4-ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് അസുഖത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. എങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ, അത് ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഗുണാനുഭവങ്ങൾ, ആരോഗ്യത്തിൽ നിന്നൊക്കെ നമുക്ക് പരിഹാരം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ഈ കർമ്മ ഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. 10-ാം ഭാവാധിപൻ ഗുരു തന്നെയാണ്. ജന്മലഗ്ന രാശ്യാധിപൻ തന്നെയാണ് കർമ്മഭാവാധിപൻ. ആ ഗുരു 5 ഉച്ചസ്ഥിതനാണ്. അപ്പോൾ 10ന്റെ അഷ്ടമത്തിലാണ് ആ ഗുരു ഉച്ചസ്ഥിതനാകുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിൽ സഡനായിട്ടുള്ള ട്രാൻസ്ഫോർമേഷന് സാധ്യതയുണ്ട്, മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ കർമ്മമണ്ഡലത്തിൽ പുത്തൻ ഉണർവിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ്. പ്രത്യേകിച്ച് പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, കാരണം 5
ആ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ 10ാം ഭാവാധിപൻ 5-ൽ ഉച്ചസ്ഥിതനാകുമ്പോൾ ഇപ്പോൾ ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ക്രിയേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ നമുക്ക് ഈ അഡ്വൈസർ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, നിയമമേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഒക്കൾട്ടിസം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ തന്നെ അവരുടെ മേഖലകളിൽ വളരെ ഗുണാനുഭവം ഉണ്ടാകും. അവർക്ക് സഡൻ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ അവർക്ക് ഈ ഗുരുവിൻ്റെ 5-ലെ ഉച്ചസ്ഥിതി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോൾ എന്ത് തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 5-ൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകും. അതുപോലെ കർമ്മഭാവാധിപൻ ഗുരു 9, 11 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പം ഏത് സംരംഭങ്ങളിലും നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അവസാനത്തെ പകുതി സൂര്യൻ, അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പം ഈ സൂര്യൻ 4-ലേക്ക് മാറുന്നു. ബുധൻ 10-ൽ ബുധനും അവിടെ ബുധനും സൂര്യനും ഒക്കെ അവസാനത്തെ പകുതി ബന്ധപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് 15 മുതൽ 22 വരെ. അപ്പോൾ ആ സൂര്യനും ബുധനും ഒക്കെ അവിടെ നിന്നിട്ട് 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ആ ബുധാദിത്യ യോഗം എന്ന് വേണമെങ്കിൽ പറയാം. ആ 2 ഗ്രഹങ്ങൾ 10-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ചൊവ്വയുടെ ദൃഷ്ടിയും 10-ൽ വരുന്നുണ്ട്. അപ്പോൾ ആ ചൊവ്വ സൂര്യനൊക്കെ 10-ൽ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ദിഗ്ബലം ഉള്ള സമയം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറയുമ്പോൾ തൊഴിലിൽ നമുക്ക് ഉയർച്ച, ഇപ്പം പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് നമുക്കെടുക്കാം. ആ സൂര്യൻ്റെ 10-ലെ ദൃഷ്ടി, അതുപോലെ ചൊവ്വയുടെ 10-ലെ ദൃഷ്ടി, ഇതൊക്കെ നമുക്ക് തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് തന്നെ പറയാം. അതുപോലെ നമ്മൾ പൊതുവെ നമുക്ക് ഈ സമയത്ത് മുൻപ് നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലമായിരിക്കും നമ്മൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. അത് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ തൊഴിൽ മാറ്റത്തിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. 12-ലൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ എടുത്തു ചാടി ഒരു മാറ്റം ഉണ്ടാകാതെ നമ്മൾ ആലോചിച്ച് നമുക്ക് ഒരു തൊഴിലിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അത് ഗുണപരമാണോ എന്ന് മനസ്സിലാക്കി തീരുമാനം എടുക്കുക. പ്രത്യേകിച്ച് രാഹു ഒക്കെ 12-ലൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കി കളയും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് രാഹുവിനെ മറ്റ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ലാത്ത സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ 4-ൽ ബലവാനാണ്. അതായത് അതുപോലെ 22-ന് ആ ബുധൻ 5-ലേക്ക് മാറുകയാണ്. അപ്പോൾ ബുധൻ വളരെ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. ബുധൻ ബിസിനസ് കാരകനും കൂടിയാണ്. അപ്പോൾ പൊതുവെ ബിസിനസ്സിൽ വൻ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആക്റ്റീവാകും. പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന സമയമാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആ ബിസിനസ് വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ ഫാമിലി ബിസിനസ്സിലൊക്കെ വളരെ സുഖാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ ഫാമിലി തലത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ ഗുണാനുഭവം ഉണ്ടാകും. വരുമാനം വർദ്ധിക്കും, വിഹിതമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഭൂമി ക്രയവിക്രയമൊക്കെ ചെയ്യുന്നവർ, ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ, അവർക്കൊക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പുതിയ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ്. 5-ലെ ആ ഗുരുവിൻ്റെ ഉച്ചസ്ഥിതി, അതുപോലെ ശുക്രനുമായിട്ടുള്ള യോഗം, അതുപോലെ അവസാനത്തെ വാരം ബുധനും 5-ലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ബിസിനസ് വിപുലീകരണത്തിനായാലും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനായാലും ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഒക്കെ തന്നെ അനുകൂല സമയമാണ്. പക്ഷേ 25 കഴിയുമ്പോൾ ആ ബുധന് ഒരു വക്രസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം ഒരു കെയർ കൊടുത്ത് പോകണം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജന്മലഗ്ന രാശിയാധിപൻ ഗുരു 5-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു. ഗുരുവാണെങ്കിൽ ജ്ഞാനകാരകനും കൂടിയാണ്. അപ്പോൾ സർവേശ്വരകാരകനായിട്ടുള്ള ഗുരു 5-ൽ നിൽക്കുകയാണ് ബലവാനായിട്ട്. അതുപോലെ തന്നെ വിദ്യാകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ 4-ൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണ്. 22-ന് ആ ബുധനും 5-ലേക്ക് മാറുന്നുണ്ട്. അതുപോലെ 2, 9 ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2-ൽ മൂലത്രികോണ രാശിയിൽ ബലവാനാണ്. അപ്പോൾ പൊതുവെ
നമുക്ക് 5-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയുമുള്ള സമയമാണ്. ഇപ്പോൾ 5-ൽ ഗുരുശുക്ര യോഗം, അതുപോലെ ക്രമേണ ബുധൻ്റെയൊക്കെ രാശിമാറ്റമൊക്കെ വരുന്നു. അത് മാത്രമല്ല ഗുരു 9, 11 രാശികളിലൊക്കെ ഈ രാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ്. 1, 11, 9 ഈ രാശികളിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ പഠിതാക്കൾക്കും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. അതായത് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവിൻ്റെ സമയം എന്ന് പറയാം, ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയം എന്ന് പറയാം, അവർക്ക് കൂടുതൽ ഉത്സാഹത്തിൻ്റെ സമയം എന്ന് പറയാം. അതുപോലെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്കൊക്കെ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. 5, 9, 11 ഭാവങ്ങളിലെ ഗുരുദൃഷ്ടി എന്ന് പറയുന്നത് പഠന വികാസത്തിനും വിദേശത്ത് പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. 9-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 9-ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നു. ആ 9-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് ഹയർ സ്റ്റഡീസിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മുന്നേറ്റം സാധ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ കോമ്പറ്റീറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആ പരീക്ഷകളിലൊക്കെ അവർക്ക് ഉയർന്ന വിജയമൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ക്രിയേറ്റീവ് വർക്കിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. പൊതുവേ നമുക്ക് കാര്യങ്ങളെല്ലാം വിവേചിച്ച് അറിഞ്ഞ് ശരി തെറ്റുകൾ മനസ്സിലാക്കി കറക്റ്റ് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഈ വിദ്യാർത്ഥികൾക്ക് കഴിയുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനകാരകൻ ഗുരുവാണ്. ആ ധനകാരകനായിട്ടുള്ള ഗുരുവാണ് 5-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നത്. ജന്മലഗ്ന രാശ്യാധിപനം കൂടെയാണ് ആ ഗുരു. അപ്പോൾ 11-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഗുരുദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ ശുക്രനും ജൂൺ 8-ന് 5-ൽ വരുന്നു. ആ ഗുരുവും ശുക്രനും ഒക്കെ 11-ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് 2 ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പം ധനഭാവാധിപനും ഭാഗ്യഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വയാണെങ്കിലോ 2-ൽ തന്നെ ബലവാനായിട്ട് നിൽക്കുകയാണ്. 2-ാം ഭാവാധിപനായിട്ട് ചൊവ്വ മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് 20 മുതൽ ആ ചൊവ്വ 3-ലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് എന്ത് ധനം ഉണ്ടാക്കുന്നതിന്, എന്ത് റിസ്ക് എടുക്കുന്നതിനുള്ള ഒരു ധൈര്യം, വീര്യമൊക്കെ ആ 3-ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ആ ചൊവ്വയുടെയൊക്കെ രാശിമാറ്റം വരുമ്പോൾ ഉണ്ടാകും, പ്രത്യേകിച്ച് 20 മുതൽ. അപ്പോൾ പൊതുവെ നമുക്ക് 11-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു, ശുക്രൻ്റെ ദൃഷ്ടി വരുന്നു, 22 മുതൽ ബുധൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അഷ്ടമഭാവാധിപനായിട്ട് ശുക്രൻ 5-ൽ സ്ഥിതി വരുന്നു. അപ്പോൾ ഈ ഗുരു ശുക്രയോഗം 5-ൽ വരുന്നു. അപ്പോൾ പൊതുവെ അപ്രതീക്ഷിതമായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാമ്പത്തിക നേട്ടം. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ലോട്ടറി ഭാഗ്യത്തിനും സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ 5 അതുപോലെ 8 ഇതുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 11-ലൊക്കെ ഗുരു ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തലത്തിൽ, സാമൂഹിക ബന്ധങ്ങൾ വഴി, അതുപോലെ ജ്യേഷ്ഠ സഹോദരൻ വഴി ഒക്കെ തന്നെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതൊക്കെ നേട്ടങ്ങൾക്ക് വഴിതെളിക്കും. അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ധനാഗമനം കൂടുന്ന സമയമാണ്. ധനവ്യയത്തിലും ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് എന്ന് പറയാം. എങ്കിലും 12-ലൊക്കെ രാഹുവിൻ്റെ സ്ഥിതി ഉണ്ട്. എങ്കിലും നമുക്ക് ഗുരുവിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഈ ധനപരമായിട്ടുള്ള നമ്മൾ ഈ ഡിസിഷൻ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വിദേശത്ത് നമ്മൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതമൊക്കെ എങ്ങനെ നോക്കാം. 7-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ 4-ലും 5-ലും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പം വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാം. എങ്കിലും 7-ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ആലോചനകൾക്ക് ഒരു വേഗത അല്ലെങ്കിൽ ഒരു തീരുമാനം ചിലപ്പോൾ എടുക്കാതെ നീട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഗുരു ശുക്രൻ 5-ൽ നിൽക്കുന്നത് പ്രണയബന്ധമൊക്കെ സ്മൂത്താകുന്നതിന് വഴിതെളിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനാണ് 5-ൽ നിൽക്കുന്നത്, കൂടെ ശുക്രനും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പ്രണയബന്ധം സുഗമമാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതേസമയം 5-ാം ഭാവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ രാശിയാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുമ്പം പൊതുവേ നമുക്ക്
ഒരു മനസ്സിനൊരു ചഞ്ചലാട്ടമൊക്കെ ഉണ്ടാക്കിക്കളയും. ഇപ്പം ചിലപ്പോൾ നമുക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്ന ഒരു സ്വഭാവമൊക്കെ ഈ കമിതാക്കളുടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ അഷ്ടമഭാവാധിപനാണ് 5-ൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രഹസ്യ ബന്ധങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ കൊടുക്കണം. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ആദ്യ പകുതി നമുക്ക് സന്തോഷകരമാകും. അപ്പോൾ നമുക്ക് ബുധനും ശുക്രനും ഒക്കെ ആദ്യത്തെ വാരം, പ്രത്യേകിച്ച് 7-ാം ഭാവാധിപൻ 4 നിൽക്കുന്നു, ശുക്രനും അവിടെ യോഗം ചെയ്ത് നിൽക്കുന്നു ബുധനോടൊപ്പം. അതുപോലെ ദമ്പതിമാർക്ക് സുഖ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളി വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, അത് ചിലപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമായിരിക്കാം, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കാം, അതിനൊക്കെ സാധ്യതയുണ്ട്. അവസാനത്തെ പകുതി എന്ന് പറയുമ്പോൾ ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4-ലേക്ക് രാശി മാറുന്നു. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെ കൂടെ നിൽക്കുന്നു. ബുധ ആദിത്യ യോഗമൊക്കെ നല്ലതാണെങ്കിലും പ്രത്യേകിച്ച് ഈ 6-ഉം 7-ഉം ഭാവാധിപന്മാർ ഒരു ബന്ധം വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഈ മാരിറ്റ് റിലേഷൻഷിപ്പിൽ അവസാനത്തെ പകുതി ചെറിയ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സൂര്യൻ 6-ാം ഭാവാധിപനാണ്. അപ്പോൾ 6-ാം ഭാവാധിപൻ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധനുമായിട്ട് ബന്ധം വരുമ്പോൾ ആ 7-ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ തർക്കങ്ങളോ അല്ലെങ്കിൽ ഈഗോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാതിരുന്നാൽ നമുക്ക് ആ ദാമ്പത്യ ബന്ധം സുഗമമാക്കി കൊണ്ടുപോകാൻ കഴിയും. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമാകും. ഇപ്പോൾ വീട്, പ്രത്യേകിച്ച് നമ്മൾ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പോൾ വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ അനുകൂല സമയമാണ്. അതിനുള്ള ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 4-ലൊക്കെ പ്രത്യേകിച്ച് സൂര്യൻ വരുന്നുണ്ട്, 6-ാം ഭാവാധിപനാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വായ്പകൾ, ഇപ്പോൾ വസ്തു വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ ഒക്കെ വായ്പകളൊക്കെ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വായ്പകളൊക്കെ നമുക്ക് കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പം പൊതുവേ നമുക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ 4-ൽ വരുമ്പോൾ അത് നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും വസ്തുവോ മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാൻ നമുക്ക് എന്തെങ്കിലും ലോണിനെയൊക്കെ ആശ്രയിക്കണമെങ്കിൽ അത് കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അതൊക്കെ നമുക്ക് ഭൗതികമായിട്ട് കുടുംബ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ അത് ഗുണം ചെയ്യും. അതേസമയം അവസാനത്തെ പകുതി ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4-ൽ വരുമ്പോൾ പ്രത്യേകിച്ച് ശത്രു സ്ഥാനാധിപനാണ് ആ സൂര്യൻ, 6-ാം ഭാവാധിപൻ. അപ്പം 4-ൽ വരുമ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ഇപ്പോൾ കുടുംബ വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകാം. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ നമുക്ക് കുടുംബത്തിലൊരു സമാധാനക്കുറവുണ്ടാകാൻ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ 6-ാം ഭാവാധിപൻ 4-ലേക്കൊക്കെ വരുമ്പോൾ കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മാതാവിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കൂടെ സാധ്യതയുണ്ട് അവസാനത്തെ പകുതി. ജൂൺ 7, 8, 20, 21, 24, 25 ഈ തീയതികൾ നമുക്ക് അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളതുകൊണ്ട് ഈ മീനക്കുറുകാരും മീനലഗ്നക്കാരും ഈ ദിവസങ്ങളിൽ അവരുടെ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങുന്നത് ഒഴിവാക്കണം. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്നതും ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു ഫലമാണ്. ഇത് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയോ ഇപ്പോൾ നടക്കുന്ന ദേശാപകാരം, ഛിദ്രം ഇവയൊക്കെ നമുക്ക് അപഗ്രഥിച്ചിട്ടുള്ള ഒരു ഫലമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു പൊതു ഫലമാണ്. ഇപ്പം നമുക്ക് ഈ ഫലം എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ തോതിൽ മാത്രമേ നമ്മൾ സ്വാധീനിക്കൂ. നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി, ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം അതൊക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളിലാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ചാണ് ഈ ഫലത്തിൽ ഏറ്റക്കുറച്ചിൽ വരുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജാതക ചിന്തയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പം അത് ഒന്ന്. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ ഈ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം, മീനക്കൂറുകാരല്ല മീനലഗ്നവും മീനക്കൂറും ഒന്നാണോ? അല്ല.
മീനക്കൂറിൽപ്പെടുന്ന ചിലർക്ക് മീനലഗ്നം വരാം, മറ്റുള്ളവർക്കെല്ലാം മറ്റ് ഏത് രാശിയും ലഗ്നരാശിയായിട്ട് വരാം. അപ്പം മീനലഗ്നം അല്ലാതെ മറ്റ് ലഗ്നരാശി വന്നിട്ടുള്ള മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി ഏതെന്നറിയണം. ആ ലഗ്നരാശിയിൽ പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ചേർത്ത് കേൾക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ടുള്ള ആ ജൂൺ മാസത്തെ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്നറിഞ്ഞ് ലഗ്നഫലവും കൂടെ കേൾക്കുക. അപ്പോൾ മാത്രമല്ല, കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ സൂക്ഷ്മത, കൃത്യത ലഗ്നഫലത്തിനാണ്. അതുകൊണ്ടാണ് ലഗ്നഫലവും കൂടെ കേൾക്കണം എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.